പിന്നീടെത്തിയ ഉത്തപ്പ ഗംഭീറിന് മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. 52 പന്തിൽ 67 റൺസ് ഇരുവരും കൂടി കൂട്ടിച്ചേർത്തു. പക്ഷേ സ്കോർ ബോർഡ് 216 എത്തിയപ്പോൾ ഗംഭീർ പുറത്തായി. 119 പന്തിൽ 9 ഫോറിന്റെയും 1 സിക്സിന്റെയും സഹായത്തോടെ ഗംഭീർ 113 റൺസ് എടുത്തു. പിന്നീട് ഉത്തപ്പയും ഇന്ത്യയുടെ ലോവർ ഓർഡർ ബാറ്റ്സ്മാൻമാരും പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യ 18 റൺസിന് പരാജയപ്പെട്ടു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു ഫൈനൽ. 3 മാച്ചുകളായിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ജയിക്കുന്നവർ കിരീടം നേടും. സച്ചിന്റെ മികച്ച ബാറ്റിംഗിൽ ആദ്യ 2 ഫൈനലും ഇന്ത്യ ജയിക്കുകയും പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. ആദ്യ ഫൈനലിൽ ഗംഭീർ റണ്ണൌട്ടായപ്പോൾ രണ്ടാമത്തെ ഫൈനലിൽ 15 റൺസിന് പുറത്തായി. ഇന്ത്യ പരമ്പര ജയിച്ചപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ പോയത് സച്ചിനും ക്യാപ്റ്റൻ ധോണിക്കുമാണ്. എന്നാൽ ഫൈനൽ വരെ ഇന്ത്യ എത്തിച്ച ഗംഭീറിനും അവകാശപ്പെട്ടതായിരുന്നു ആ പരമ്പര വിജയം.